ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ സാഹചര്യത്തിൽ ഫിലിം ചേംബറിൻ്റെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. നമ്മുടെ ഈ ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയ ജി സുരേഷ് കുമാർ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരത്തിന്, അതായത് ജൂൺ 1 തീയതിയിലുള്ള സമരത്തിന് എങ്ങനെ പിന്തുണ കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കാനാണ് സിനിമാ ചേംബറിൻ്റെ ചർച്ച ഇന്ന്. അതിനിടെ ഇന്ന് ചേരുന്ന നിർമ്മാതാക്കളുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സുരേഷ് കുമാർ പങ്കെടുക്കുന്നതെന്ന് അറിയുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ അശ്വിൻ. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സിനിമാ മേഖലയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിവസമാണ്. ജൂൺ 1 തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമാ സമരത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് ഏറെക്കുറെ ഇന്ന് അറിയാൻ കഴിയും. കാരണം രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. അതിലൊന്ന് ഫിലിം ചേംബറിൻ്റെ യോഗമാണ്. ഫിലിം ചേംബർ വാക്കാൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സിനിമാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിന്ന് ഔദ്യോഗികമായുള്ള ഒരു ചർച്ചയ്ക്ക് കൂടി ഇവിടെ യോഗത്തിൽ എത്തുകയാണ്. ആ യോഗത്തിൽ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചാൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പിന്തിരിഞ്ഞു നോക്കാതെ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇന്നലെ ഈ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഒരു ഭാരവാഹി തെരഞ്ഞെടുപ്പും വാർഷിക പൊതുയോഗവും കൊച്ചിയിൽ നടന്നിരുന്നു. ആ പൊതുയോഗത്തിൽ സംവിധായകർ പൂർണ്ണമായും സമരത്തെ തള്ളുകയാണ്. സമരവുമായി മുന്നോട്ട് പോകരുത് എന്ന നിർമ്മാതാക്കളുടെ സംഘടനയോട് അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയമാണ് ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നത്. അതൊരു സാധാരണ യോഗമായി കാണാനാവില്ല. സാധാരണ എല്ലാ മാസവും അവസാനത്തെ ആഴ്ച അവരുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാറുള്ളതാണ്. അത്തരത്തിലൊരു യോഗമാണ് ഇന്നും. പക്ഷേ അതിന് പ്രാധാന്യം കൈവരുന്നത് ഈ സിനിമാ സമരവുമൊക്കെയായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് മുതിർന്ന താരങ്ങളെല്ലാം ഇടപെട്ട പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളൊക്കെ ജി സുരേഷ് കുമാറുമായി പലകുറി നടത്തിയിരുന്നു. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് കുമാർ. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് ഇന്നറിയാനാകും. ഒപ്പം ഫിലിം ചേംബർ സമരവുമായി പിന്തുണച്ച് മുന്നോട്ട് പോയാൽ അത് സമരത്തിന് വലിയ ഊർജ്ജവും നൽകും. മറ്റൊരു ഏകദിന സമരമൊക്കെ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട്. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.